ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു എസ്തെറ്റിക് ഡേ ഇൻ മൈ ലൈഫാണ്. സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ കുറേ ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ടെന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ്. രാവിലെ എണീറ്റ പാടത്ത് തന്നെ ഞാനൊന്ന് ബെഡൊന്ന് മേക്ക് ചെയ്തു, ക്ലീൻ ചെയ്ത് അങ്ങനെ പുതുപ്പൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞ് എൻ്റെ റൂമിൻ്റെ ഒരു അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഈ ഒരു ടേബിൾ ഇവിടെ നിന്ന് മാറ്റും, ഇങ്ങനത്തെ വൈറ്റ് ടേബിൾ വാങ്ങിച്ച് അവിടെ വെക്കും. സോ അപ്പോൾ ഒരു മേക്ക് ഓവർ നടത്തണം എന്നുണ്ട്. ഇത് മാത്രം അതിൽ വൃത്തിയുള്ളത്. പിന്നെ നേരെ ബ്രഷ് ബ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഫ്രഷ് അപ്പ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വെക്കേഷൻ റൂട്ടീൻസ് പോകുന്നത്. കുറച്ച് നേരം പിന്നെ സോങ്ങൊക്കെ കളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സോങ്സ്. അതും എൻ്റെ ഫേവറേറ്റ് സോങ്സ് ഒക്കെ ഇട്ട് എന്തെങ്കിലും മേക്ക് ഓവർ നമ്മൾ ക്ലീൻ ആക്കുന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സോങ്ങിലാണ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മുടി വാർന്ന് ജേർണലിങ്ങനെ ഇരുന്നു. എനിക്ക് ഇന്ന് ചെയ്ത് ജേർണൽ അത്ര ഇഷ്ടമില്ല. ഒരു പശ തേച്ചത് കുറച്ച് ഓവറായിപ്പോയി. അങ്ങനെ തട്ടിക്കൂട്ടൊരു ജേർണലാക്കി. ഇവിടെ പശ ഓവറായി, അതുകൊണ്ട് അവിടെ അതിൻ്റെ മേലിലൊക്കെ പശ. പിന്നെ എന്തൊക്കെയോ എഴുതി ആപ്പിളത്തെ ജേർണലാന്നൊക്കെ എഴുതി. പിന്നെ അവിടെ ക്ലീൻ ചെയ്ത ടു ഡു ലിസ്റ്റും ഫോൺ കുറച്ചേരം കളിച്ച് അങ്ങനെയൊക്കെ ആയിട്ടോ. പിന്നെ ഒരു റൂട്ടീൻ ഫോൺ കളിക്കലൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് കുളിക്കും, ഫ്രഷ് അപ്പ് ആവാം, ഒന്നും കൂടി ഫ്രഷ് ആവും. അത് കഴിഞ്ഞ് കുറച്ച് നേരം ടേപ്പൊക്കെ കാണും. പിന്നെ എന്ത് ചെയ്യും, ആ ജമാളത്തുനിന്ന് കുറച്ച് നേരം ചാറ്റ് ചെയ്യും. അപ്പം എനിക്കൊരു പ്രതീക്ഷിക്കാത്ത കോൾ വന്നു. കസിൻസ് എല്ലാവരും കൂടി കോഴിക്കോടിൽ കൂടുന്നുണ്ടെന്ന്. ഞാൻ മാറ്റി 1 day സ്റ്റേ ഉണ്ടാകും. അപ്പോൾ April 6th പോയി April 7th എന്ത് ചെയ്യും, ഞങ്ങൾ വീട്ടിൽ പോകും. അപ്പോൾ ഇന്ന് April 7th ഞാൻ അത് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇപ്പോൾ ഫ്ലാറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഉണ്ടാകും. ഞാൻ അവിടുന്ന് പൂളിൽ പോകാനുള്ള സാധനങ്ങൾ മേടിക്കാനൊരു മാൾ കയറി. അപ്പോൾ ഈ ഒരു മസാജർ കണ്ട് ഭയങ്കര സുഖമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ മാള ചുറ്റിക്കറങ്ങി ഞങ്ങൾ കുറച്ച് നേരം നടന്നുണ്ട്. സോ ഗൈസ്, ഫ്ലാറ്റിലെത്തി ഭയങ്കര കാറ്റാന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. രാവിലെയും രാത്രിയൊക്കെ നല്ല കാറ്റായിരുന്നു. നമ്മൾ റൂമൊക്കെ നടന്ന. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എസ്തെറ്റിക് ഡേ എന്ന് തന്നെ പറയാം. പിന്നെ പൂളിൽ പോകാൻ ഞാൻ ആട്ടോ ചെയ്തെടുത്ത്. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ ഇരുന്നു റിലാക്സായി. പിന്നെ ഞങ്ങൾ പൂളിലേക്കൊക്കെ പോകാൻ നിൽക്കുകയാണ്. ഞങ്ങളങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി. കൂടെ മെഹ്റിന്, സഫ, മറുവ ഇവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പൂളിക്ക് അത്യാവശ്യം കുറച്ചൊക്കെ നടക്കാനുണ്ട്. പിന്നെ പൂളിക്ക് ഇങ്ങനെ പോയി. പിന്നെ പൂളിലെത്തി. പിന്നെ ഞാൻ ഈ ഒരു ചെറിയ പൂളിൽ ഇറങ്ങായിരുന്നു, വലിയ പൂളിലും ഇറങ്ങിയിരുന്നു. പിന്നെ വേറൊരു 8 മണിയായപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചു. ഹൈലൈറ്റ് മാൾക്കും ബീച്ചിക്കും പോകാനായിരുന്നു പ്ലാൻ. സോ അതിനുള്ളതൊക്കെ റെഡിയായി. പിന്നെ ഞങ്ങൾ നേരെ പോയി ലാൻഡ്മാർക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നല്ല അത്യാവശ്യം എല്ലാവർക്കും സൗകര്യമുള്ളൊരു ഫ്ലാറ്റാണ്. പിന്നെ മെഹറിൻ്റെ അടുത്ത് ലൈറ്റ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ അത് വെച്ച് നിർത്തുന്നു. സോ ഗൈസ്, ഞങ്ങൾ എസ്തെറ്റിക് പോലെ അഭിനയിച്ച് ഫസ്റ്റ്. പിന്നെ നേരെ ഞങ്ങൾ കാറിന് വെയിറ്റ് ചെയ്യാൻ നടന്നു. നല്ല അത്യാവശ്യത്തിന് കാറ്റുണ്ട്. നിങ്ങൾക്ക് എൻ്റെ മുടിക്ക് കൊല്ലം കണ്ടാൽ തന്നെ മനസ്സിലാക്കും. പിന്നെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിലെത്തി. ഹൈലൈറ്റ് മാളിൽ ഞങ്ങൾ കുറേ റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ചിലതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ
കുറേ സൈഡൊക്കെ കണ്ട് കാണിച്ചു തരാം. നല്ല അത്യാവശ്യം നല്ല രസമുള്ള ആളാണ്. ബഹ്റിൻ അവിടെ ബഹ്റിന് നല്ല എസ്തെറ്റിക്കും ഡ്രസ്സൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ഒരു 3D എഫക്റ്റിൽ കയറായിരുന്നു. അതും ഞങ്ങൾ ചൂസ് ചെയ്ത കോസ്റ്റ് സിറ്റിയാണ്. അത് എനിക്ക് അവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോകാനുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളുമായിരുന്നു. നല്ല വിശപ്പായിരുന്നു. ആ പൂളിൽ കുളിച്ച ശേഷം എല്ലാവർക്കും അത്യാവശ്യത്തിന് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് ഒരു യൂട്യൂബ് ക്യാരക്ടറിനെ കണ്ടു, ഷാമി ആൻഡ് ശ്രീ പുല്ലോത്തിയിട്ട്. ഇതൊക്കെ ഞങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഓർഡർ ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ഒരു ഷെൽ പാസ്ത അങ്ങനെ എന്തോ ഒരു സാധനം കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഒരു കൊറിയൻ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതിന് കൂടെ കിട്ടിയ ചോപ്സ്റ്റിക്കാണ്. ഈ ചോപ്സ്റ്റിക്ക് പൊട്ടിക്കുന്നതും അതുകൊണ്ട് എടുക്കണമൊക്കെ റിയാക്ഷനാണ് നിങ്ങൾ പിന്നോട് എൻ്റെ മുഖത്ത് കാണുന്നത്. ഒരു ചോപ്സ്റ്റിക്കിനോണ്ട് എടുത്തൊരു ഹാപ്പിനെസ്സുമാണത്. പിന്നെ ഞങ്ങൾ നേരെ കാറിൽ പോയി ബീച്ചൊക്കെ പോകാമെന്ന് ഉദ്ദേശിച്ചു. ഞങ്ങൾ ബീച്ചിലൊക്കെ എത്തി. ഞങ്ങൾ കുറേ രസിച്ചു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടുന്ന് കുറേ കോപ്രായങ്ങളൊക്കെ കാട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ ടാബിൽ ഫ്ലാഷ് ലൈറ്റ് അടിക്കുന്നില്ല, അതുകൊണ്ട് വേറെ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് കിടത്തുന്നുണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു. നല്ലൊരു രസകരമായ കാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ക്രൗഡായ സ്ഥലത്തേക്കാണ്. ഞങ്ങൾക്ക് പക്ഷേ ഒരു ആളില്ലാത്തൊരു സ്ഥലം കിട്ടി. എഗ് ചായ് എന്ന് പറഞ്ഞൊരു കടയിൽ അടുത്താണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നടന്ന് കറങ്ങി. അങ്ങനെ ഇന്നത്തെ ഡേ അവസാനിച്ചു. അപ്പം അത്രയുള്ളൂ. ബൈ.